എന്താണ് ഈ RSSന് മനസ്സ് മാറ്റം വരാത്തത്? ഇങ്ങനെയൊക്കെ നേടി എന്തെല്ലാം രാഷ്ട്രീയപരമായും സാമൂഹികമായി അവർ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ നേടി. പക്ഷേ അവരുടെ ആശയധാര, ഗോൾവാക്കർ എഴുതി വെച്ച ആ പുസ്തകത്തിൽ എഴുതി വെച്ച അവരുടെ ആശയം അത് അവർ മാറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഖേദകരമായ, ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ഈ 100 വർഷത്തിനിടയിൽ പലരും ചോദിക്കും, ഏറ്റവും ഇന്ത്യയിൽ ദാരിദ്ര്യം പിടിച്ച പല ആൾക്കാരും ഹരിജൻസായ ആൾക്കാരുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടിയ ഒരു നല്ലൊരു സാമ്പത്തിക നയം അവരെ കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയില്ല. ഇവിടെ കാണുന്ന കേരളത്തിലടക്കം പല പ്രകൃതി ദുരന്തങ്ങളിലും ആദ്യം അവരെ കാണുന്നില്ല, പിന്നെ പതുക്കെ വരുന്നവരാണ് അവർ. പക്ഷേ അവർക്ക് ഏറ്റവും നല്ല സംഘടനാ ശക്തിയുള്ളവരാണെന്നൊക്കെ പറയുമ്പോഴും അവർ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരായി കണ്ടുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരായി മാറിയിട്ടില്ല എന്നത് ഏറ്റവും വലിയ സങ്കടകരം. മാത്രമല്ല അവരുടെ ആശയം പച്ചക്ക് മുസ്ലിമിനെയും ക്രിസ്ത്യനെയും മാർക്സിസത്തെയും ഉന്മൂലനം ചെയ്താലേ നമുക്കിവിടെ വിജയമുള്ളൂ എന്ന് ആദ്യകാലങ്ങളിൽ പ്രഖ്യാപിച്ച് ഇവിടെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നേടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ പങ്കാളികളാവാതെ നിന്ന ഈ ബ്രിട്ടീഷിന്റെ ഷൂസ് നക്കിയ ചരിത്രമുള്ള ഈ RSS സംഘപരിവാറുകൾ അവർ യഥാർത്ഥ ഹിന്ദുക്കളല്ല, ഒരു ചെറിയ കൂട്ടം മാത്രമാണ് അവർ. യഥാർത്ഥ വരുന്ന ഇവിടെയുള്ള ഇന്ത്യക്കാരനായ, ഇന്ത്യയിലെ മണ്ണിൽ ജനിച്ച ഏറ്റവും നല്ല ഹിന്ദുക്കളായ നമ്മുടെ സഹോദരങ്ങൾ അവർ ഈ RSSന്റെ ആശയം സ്വീകരിക്കുന്നവരല്ല. ചില ന്യൂനപക്ഷങ്ങൾ അവർക്ക് ആ സംഘടന ശക്തി കൊണ്ട് അവർ ഇവിടെ 100 വർഷം പല പ്രാവശ്യവും നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, പല സമയങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ട് അവർ പല പേരുകളിലും സംഘപരിവാറിൻ്റെ പല പേരുകളിലും ഇവിടെ പല കുതന്ത്രങ്ങളും ഒരു സമുദായ ഉന്മൂലനമൊക്കെ ചെയ്ത ഒരു സംഘടനയാണ് RSS. ഈ സംഘപരിവാർ അവർ 2002 പല സ്ഥലങ്ങളിലും, ഗുജറാത്തിലും UP-യിലും പല സ്ഥലങ്ങളിലും ഈ വംശീയ ഉന്മൂലനം, മുസ്ലിം വംശീയ ഉന്മൂലനം, ക്രിസ്ത്യൻ വംശീയ ഉന്മൂലനം, ഇപ്പോൾ മണിപ്പൂരിലൊക്കെ കാണുന്ന ആ അവസ്ഥ പല സമയത്ത് അവർ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ കണ്ടിന്യൂ ആയി 2 തവണ 3ാമത്തെ തവണ അവർ ഭരിക്കുന്നു കൂട്ടുകക്ഷിയായി. പക്ഷേ ഇവർ ഭരിക്കുന്നതിന് മുമ്പ് പല ബോംബ് പൊട്ടുകളിലും പല ആക്രമണങ്ങളിലും അവരുടെ സൂത്രധാരൻ അവരായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ ആൾക്കാർ മറക്കുന്നു. അവർ മറക്കാൻ വേണ്ടി പല രാഷ്ട്രീയ കുതന്ത്രങ്ങളും ചെയ്യുന്നു. ഒരു കാര്യം മറക്കാൻ വേണ്ടി പിന്നൊരു കാര്യം ചെയ്തുകൊണ്ട് അവർ വിജയിക്കുന്നു. മനുഷ്യന്മാരെ മറവിയിലേക്ക് കൊണ്ടുപോകുന്നു. 2002 ഗുജറാത്ത് കലാപം നടത്തിയ ഈ RSS സംഘപരിവാര ശക്തികൾ പച്ചക്ക് മനുഷ്യനെ കൊന്ന്, ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ, ഭ്രൂണത്തിനെ തൃശൂലം കുത്തി, അങ്ങനെ ഈ ബാബു ബജ്രംഗി എന്നുള്ള എമ്പുരാൻ സിനിമയിൽ പറഞ്ഞ ആ കഥാപാത്രം, യഥാർത്ഥ റിയൽ സ്റ്റോറി അതായിരുന്നു ഈ എമ്പുരാനിൽ വിശദീകരിച്ചത്. ഈ എമ്പുരാൻ സിനിമ, അതിൻ്റെ ഇതിവൃത്തം ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2-3 ആഴ്ചകളിലായി സിനിമയെ ഇത്രകൂതം ഇന്ത്യയിലുള്ള ഒരു സിനിമയെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക്, നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായി, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും മനസ്സിലായി എന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഈ സിനിമയെ, ഈ RSS എതിർക്കുന്നത്. അതിൻ്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ, അതിൻ്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി, അതിൻ്റെ നടനും ഡയറക്ടറുമായ പൃഥ്വിരാജ്, നടനായ ഇതിഹാസ നടനായ മോഹൻലാൽ, ഇവർ ഈ സിനിമയ്ക്കെതിരെ ഇത്രയധികം ഈ ഗോകുലം ഗോപാലന്റെ വീട്ടിലേക്ക് റെയ്ഡ് പോയി, വിജിലൻസ് പോയി എന്നൊരാളും ആ സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിക്കൂറുള്ള സിനിമ 2 മിനിറ്റ് കട്ട് ചെയ്തിട്ടും അതിൻ്റെ ഇതിവൃത്തം മനുഷ്യർക്ക്, ഇവിടെയുള്ള ഇന്ത്യ ജനങ്ങൾക്ക് മനസ്സിലായി. ഇത്ര ക്രൂരന്മാരായ ഒരു സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കിയ ഈ RSS ടെററിസ്റ്റ് എന്താണെന്ന് അവർക്ക് പച്ചയ്ക്ക് 2002 കലാപം, 2002 ശേഷം ജനിച്ച 23 വയസ്സുള്ള എല്ലാ കുട്ടികൾക്ക് പോലും മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരായിരുന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഇന്ത്യ പിടിക്കാൻ വേണ്ടി ഈ നരേന്ദ്രമോദി അന്ന് അവിടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി നടത്തിയ ഒരു കലാപമായിരുന്നു ഗോദ്രയിൽ ഉണ്ടായ 1991-92 ബാബരി മസ്ജിദ് പഠിക്കുന്ന സമയത്ത് അവിടെ കർഷകർ പോയി തിരിച്ചു വരുമ്പോൾ ഗോദ്ര തീവണ്ടി കലാപം, അതും അവർ തന്നെ ഉണ്ടാക്കി. പല കമ്മീഷനുകൾ അവർക്ക് നിയമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്ന ആ ഗോദ്ര കലാപത്തിന് മറുപടി പറയുകയായിരുന്നു ഗുജറാത്തിൽ എന്നാണ് അവരുടെ മറുപടി. പക്ഷേ ഗോദ്ര കലാപം ആരുണ്ടാക്കിയതെന്നും പരിശോധിക്കുകയാണ്. എല്ലാം നോക്കിയാലും പരിശോധിച്ചാലും അവർക്ക് മുമ്പിലാണ്, അവർക്ക് നേരെയാണ് ഈ തെറ്റിന്റെ കുന്തമുന അവർക്ക് നേരെയാണ്, ഈ RSSന് നേരെയാണ് തിരിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ RSSനെ വിശ്വസിക്കാനോ, RSS ഇപ്പോൾ വഖഫ് നിയമത്തിൽ പറഞ്ഞു പാർലമെന്റിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനോ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വഖഫ് നിയമം ഞങ്ങൾ മാറ്റുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും മുസ്ലിം വിശ്വസിക്കുകയില്ല. അവിടെ ആം ആദ്മിയുടെയും പല കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതാക്കന്മാർ പാർലമെന്റിൽ MP-മാർ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ വാക്കുകളും നമ്മൾ ഈ RSS ചെയ്ത കുതന്ത്രങ്ങളും ദ്രോഹങ്ങളും വംശീയ ഉന്മൂലനങ്ങളും അവിടെ ചർച്ചയായി പാർലമെന്റിൽ. ഒരു സിനിമ കൊണ്ട് ഇത്ര കോടിലക്കം ഒരു കല കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ ആ സംവിധായകൻ പൃഥ്വിരാജ് എന്ന ആ സംവിധായകനും നടനുമായ അദ്ദേഹം വിജയിച്ചു. ഇനിയും ഇങ്ങനെയുള്ള ചരിത്രം പറയുന്ന സിനിമകൾ ഉണ്ടാവട്ടെ, കലകൾ ഉണ്ടാവട്ടെ. കാരണം എല്ലാ കലകളെയും എതിർത്തുകൊണ്ട് ഒരു സ്വച്ഛാധിപത്യ
തീവ്രവാദ ഒരു രീതിയിലുള്ള ഭരണം ഇന്ത്യയിൽ കാഴ്ചവെച്ച് അവർ വിജയിച്ചു. പക്ഷേ അവരുടെ മനസ്സുകളിൽ നിന്ന് മാറ്റം വന്നില്ല. അവരുടെ ആശയധാര മാറിയില്ല. RSSന്റെ ആശയധാര എന്ന് അവർ മാറ്റുന്നുണ്ടോ? പോൾ വാക്കർ അവർ എഴുതിയ ഞങ്ങളുടെ ആദ്യത്തെ ആഭ്യന്തര ശത്രു മുസ്ലിമാണെന്നും രണ്ടാമത് ക്രിസ്ത്യനും മൂന്നാമത് മാർഗിസമാണെന്നും എഴുതി വെച്ച് പച്ചക്ക് ആ ആശയധാര എന്ന് മാറ്റുന്നോ എന്നാണ് പലരും, ഞാനടക്കം ചിന്തിക്കുന്നത്. അവർ രാഷ്ട്രീയ ആ ധാര അത് മാറ്റണം. എങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാകും. ഹിന്ദുവും ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും. എല്ലാം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്നവരാണ് നമ്മുടെ ഇന്ത്യയെ ജനങ്ങൾ, ഇവിടെയുള്ള പഴയകാല ജനങ്ങൾ. അവർ എല്ലാ സംഹിതകളെയും എല്ലാ മതത്തെയും സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന നമ്മുടെ ഈ മഹാരാജ്യം എല്ലാവർക്കും തണൽ വിരിച്ച ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിൽ അന്ന് ബ്രിട്ടീഷിനെതിരെ സമരം ചെയ്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു ന്യൂനപക്ഷമായിരുന്നു ഈ സമുദായം, മുസ്ലിം സമുദായം. അവരുടെ സ്വന്തം രക്തവും അവരുടെ ശരീരമൊക്കെ നൽകിക്കൊണ്ടാണ് ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് പലപ്പോഴും നമ്മുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മുസ്ലിങ്ങളെ ടാർഗറ്റാക്കി, അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുസ്ലിങ്ങളെ ടാർഗറ്റാക്കുന്നു. പലതും മറക്കാൻ വേണ്ടി, ഇവിടെയുള്ള പല കുതന്ത്രങ്ങളും അഴിമതിയും മറക്കാൻ വേണ്ടി എല്ലാ സമയങ്ങളിലും മുസ്ലിങ്ങളെ ആയുധമാക്കുന്നു എന്ന് മാത്രം. ഇന്ന് മുസ്ലിങ്ങളെ ആയിരിക്കും, നാളെ ക്രിസ്ത്യനെയും. ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യനി ചില ആൾക്കാർ മാത്രം, എല്ലാവരുമല്ല നല്ല ക്രിസ്ത്യാനികൾ, നല്ല അച്ഛന്മാർ ഇന്നും ഈ RSSനെതിരെ സംസാരിക്കുന്നു, ഈ സംഘപരിവാരത്തിനെതിരെ സംസാരിക്കുന്നു. ചിലർ അവരുടെ സ്വയം താല്പര്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി ഈ RSSന്റെ കൂടെ കൂടുന്നു. നാളെ നിങ്ങളെയാണ് അവർ എതിർക്കുന്നത്. അത് ഓർക്കണം. കാരണം ജർമ്മനിയുടെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ഹിറ്റ്ലർ അവിടെ യഹൂദന്മാരെ, ഈ ജൂതന്മാരെ അന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള സോഷ്യലിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും വിചാരിച്ചു ഞങ്ങളെ ഒന്നും ചെയ്തില്ല. പക്ഷേ എല്ലാവരെയും ഉന്മൂലനം ചെയ്താണ് ഹിറ്റ്ലർ അവിടെ ഭരിച്ചത്. നമുക്കെല്ലാവർക്കും ജർമ്മനിയുടെ ചരിത്രം അറിയും. അതേ ചരിത്രം ഇവിടെ ഇന്ത്യയിൽ ആവർത്തിക്കാതെ വേണ്ടി നമ്മൾ ജാഗരൂകരാകുക. അതിനുവേണ്ടി നമ്മുടെ കലയെയും, എല്ലാ തരത്തിലുള്ള നമ്മുടെ കലയെയും, നമ്മുടെ എല്ലാ സ്പോർട്സിനെയും എല്ലാത്തിനെയും അതിന് യൂസ് ചെയ്യുക. നമ്മൾ ജാഗരൂകരാകുക. നമ്മുടെ അയൽവാസിയാണെങ്കിൽ നമ്മൾ സഹോദരന്മാരെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് ആശയങ്ങൾ മനസ്സിലാക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വൈകാരികമായി എടുക്കാതെ അതിനെ വിവേകപൂർവ്വം നമ്മൾ അവർക്ക് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സഹോദരന്മാരും നമ്മൾ ഒരുമിച്ച്, എല്ലാ കലയാണെങ്കിലും ഉത്സവമാണെങ്കിലും എല്ലാം ഒരുമിച്ച് നമ്മുടെ കേരളം എങ്ങനെ പോകുന്നു അതുപോലെ നമുക്ക് മുന്നേറാം. സന്തോഷം കൂടി നമ്മുടെ ഇന്ത്യ മുന്നേറണമെങ്കിൽ, ലോകത്തിന്റെ മുൻപിൽ എത്തണമെങ്കിൽ ഒരു സമുദായം. അതുകൊണ്ട് തന്നെ നമ്മൾ RSSനെ, സംഘപരിവാരത്തെ കരുതിയിരിക്കുക. അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അവർക്ക് മേലാളികൾക്ക് മാത്രം ഭരിക്കാൻ, കോർപ്പറേറ്റ് മുതലാളികൾക്ക് മാത്രം ഭരിക്കാൻ, ചെറിയ ആ ന്യൂനപക്ഷത്തിന് വേണ്ടി നമ്മളെ എല്ലാവരെയും ബലിയാടാക്കുന്നു. നമ്മളെ എല്ലാവരും പരസ്പരം ശത്രുക്കളാക്കുന്നു. ചിലർക്ക് മാത്രം, അവരെ സവർണ ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മുടെ എല്ലാ സമുദായത്തെയും, നമ്മുടെ താഴെ കിടക്കുന്ന പാവങ്ങളെയൊക്കെ തമ്മിൽ പരസ്പരം ശത്രുക്കളാക്കി അവർക്ക് ഭരിക്കാമെന്നുള്ള വ്യാമോഹമാണ് അവർക്കുള്ളത്. അതിന് നമ്മൾ പരസ്പരം കരുതിയിരിക്കുക. നമ്മൾ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ വൈകാരികമായി ഏറ്റെടുക്കാതെ വിവേകപൂർവ്വം സ്നേഹത്തോടു കൂടി നമ്മൾ പരസ്പരം വർത്തിക്കുക. എന്നാൽ നല്ലയുടെ ഇന്ത്യയുടെ ഭാവി നമുക്കുണ്ടാകും, നമ്മുടെ കുട്ടികൾക്കുണ്ടാകും, നമ്മുടെ തലമുറക്കുണ്ടാകും. അതിനുവേണ്ടി പരിശ്രമിക്കുക. എൻ്റെ ചാനൽ നോമ്പുകാലത്തൊന്നും വീഡിയോ ചെയ്തില്ല. ഇനി വീണ്ടും തുടർച്ചയായി വീഡിയോ, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വാക്കുകളൊക്കെ, എൻ്റെ സംസാരിക്കുന്ന വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് കമൻ്റായി അയച്ചുകൊണ്ട് എൻ്റെ വീഡിയോകളെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.